ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട്, കോഴികൾ മുട്ടയിടുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ 2 ദിവസം മുന്നേ ഞായറാഴ്ചയും അതുപോലെ തന്നെ അതിന് മുന്നേ വെള്ളിയാഴ്ചയൊക്കെ ഞാൻ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. നാടൻ കോഴികൾ അടയിരുത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയായിരുന്നു ലൈവ് വന്നത്. ഈ 2 ദിവസം കൂടുതൽ ആളുകളും ചോദിച്ചത് അവരുടെ കയ്യിലുള്ള പല ടൈപ്പിലുള്ള കോഴികൾ, അതായത് നാടൻ കോഴികളുണ്ട്, മുട്ടക്കോഴികളായാലും ഏത് കോഴികൾ വളർത്തുന്ന ആളുകളായാലും ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം മുട്ട ഇടുന്നത് വളരെ കുറവാണ്, എന്താണ് അതിന് കാരണം എന്നുള്ളതാണ് കുറേ ആളുകൾ ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വിവരണമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നൽകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സന്ദർശിക്കുക. ചാനലിൽ ഒരുപാട് വീഡിയോകൾ കൊടുത്തിട്ടുണ്ട്. കോഴി വളർത്തൽ മേഖലയെ ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോകൾ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോകളൊക്കെ ഒന്ന് കയറി കാണുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഇനി മുതൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. എൻ്റെ ചാനലിൻ്റെ പേര് തന്നെയാണ് അവിയിൽ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കയറി അതിനകത്തൊന്ന് ഫോളോ ചെയ്താൽ ഇതുപോലുള്ള വീഡിയോകൾ ഞാൻ ആ പേജിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, കോഴികൾ മുട്ടയിടുന്നത് കുറയുന്നു എന്നുള്ളതാണ്. അത് ഒന്നാമത്തെ കാരണം എൻ്റെ ഒരു നിരീക്ഷണത്തിൽ, അല്ലെങ്കിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, കാലാവസ്ഥ. ഇപ്പം മഴ സ്ഥിരമായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്, അന്തരീക്ഷം മൂടിക്കെട്ടിയിരിക്കുകയാണ്. അഴിച്ചുവിട്ട് വളർത്തുന്ന കോഴികളാണെങ്കിൽ അവർക്ക് മഴയത്ത് പുറത്തിറങ്ങി ചിക്കിച്ചകഞ്ഞ് തിന്നാൻ ഉള്ളത് പറ്റുന്നില്ല. അതുപോലെ തന്നെ മഴ നനയാതിരിക്കാൻ വേണ്ടി അവരൊരു ഭാഗത്ത് കൂനിക്കൂടിയിരിക്കുക. അപ്പോൾ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും. പിന്നെ കേജിൽ വളർത്തുന്ന കോഴികളായാലും ശരി, പുറത്ത് മഴ പെയ്യുന്നതിൻ്റെ തണുപ്പ് കാരണം അവർക്ക് ആക്റ്റീവ് അല്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെയാണ് മുട്ടയിടുന്നത് കുറയാനുള്ളൊരു പ്രധാന കാരണം. അതിന് നമ്മൾ ചെയ്യേണ്ട കുറച്ച് ചില്ലറ പൊടിക്കൈകളൊക്കെ ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് മുട്ട കൂടുതൽ കിട്ടും. മുട്ട കൂടുതൽ കിട്ടുമെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നമ്മൾ മരുന്ന് കൊടുത്ത് അല്ലെങ്കിൽ മുട്ട ഇടിയിക്കാൻ വേണ്ടി മരുന്നും കൊടുക്കരുത്. നിങ്ങൾക്ക് സാധാരണ നിങ്ങളൊരു കോഴി കർഷകരാണ്, അതുകൊണ്ട് മാത്രം ഉപജീവനം നടത്തുന്ന ആളുകളാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് മരുന്ന് കൊടുത്ത് മുട്ട ഇടിയിപ്പിക്കാൻ പാടുള്ളൂ, അല്ലാതെ അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അതിനു മുമ്പ് ആദ്യം നാടൻ കോഴികൾ അല്ലെങ്കിൽ നാടൻ ഇനത്തിൽപ്പെട്ട ഹൈബ്രിഡ് മുട്ടക്കോഴികൾ അല്ലാത്ത കോഴികൾ മുട്ടയിടാൻ വേണ്ടിയിട്ട് നമുക്ക് നാടൻ രീതിയിൽ പച്ചിലകളിൽ പെടുന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. അതായത് പപ്പായയുടെ ഇല ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കോഴിക്ക് കൊടുത്താൽ മുട്ടയിടുന്നതിൻ്റെ അളവ് കൂടാറുണ്ട് സാധാരണഗതിയിൽ. അതൊന്ന് പരീക്ഷിക്കാം. പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. പച്ചമഞ്ഞൾ അരച്ച് ആ വെള്ളം കോഴികൾക്ക് കൊടുക്കുക. ഞാനിപ്പോൾ പറയുന്നത് നാടൻ രീതികളാണ് കേട്ടോ. അതായത് മഞ്ഞളിൻ്റെയും പപ്പായയുടെ കാര്യം പറയുന്നത് അതുകൊണ്ടാണ്. നാടൻ രീതികൾ ആദ്യം പറയാം, അതിനുശേഷം നിങ്ങൾക്ക് വിമറാൾ പോലെയുള്ളത് എങ്ങനെ കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ പപ്പായയില കൊടുക്കുക, പച്ചമഞ്ഞൾ വെള്ളത്തിൽ കലക്കി കൊടുക്കുക. പിന്നെ ഇപ്പോൾ ധാരാളമായി കിട്ടുന്ന സീസണിൽ കിട്ടുന്നൊരു സാധനമാണ് ചക്കക്കുരു. ഈ ചക്കക്കുരു നന്നായിട്ട് പുഴുങ്ങി ചതച്ച് കോഴികൾക്ക് കൊടുക്കുന്നത് മുട്ട ഉൽപ്പാദനം കൂടും. പിന്നെ അത് മാത്രമല്ല, മുട്ടയുടെ വലിപ്പം കൂടും ചക്കക്കുരു കൊടുക്കുന്നത്. ഞാൻ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. പിന്നെ നല്ല വെളിച്ചം കിട്ടുന്ന ഒരു സ്ഥലത്ത് കൂട് വയ്ക്കുക. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞ പോലെ തന്നെ മൊത്തത്തിലൊരു ഇരുട്ടായിരിക്കും. അതിലേറ്റവും കൂടുതൽ വെളിച്ചം കിട്ടുന്ന ഒരു സ്ഥലത്ത് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൈബ്രിഡ് കൂടൊക്കെ ആണെങ്കിൽ കുറച്ച് വെളിച്ചം കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ ഒന്നും കൂടെ മുട്ട ഇടുന്നതിൻ്റെ പേഴ്സൻറ്റേജ് കൂടും. ഇതൊക്കെയാണ് ഒരു നാടൻ രീതികളിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. പിന്നെ വിമറാൾ, കുറേ ആളുകൾ ചോദിക്കേണ്ടത് വിമറാൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, വിമറാൾ കൊടുത്താൽ ഇത് മുട്ടയിടുന്ന കൂടും പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ശരിയാണ്. വിമറാൾ, ഗ്രോവിപ്ലക്സ്, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത്. ഞാൻ അങ്ങനെയാണ് കൊടുക്കാറുള്ളത്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും, ഉറപ്പാണ്. അതായത് 5 ml വിമറാളും 5 ml ഗ്രോവിപ്ലക്സ് എടുത്തിട്ട് 2 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. 100 കോഴികളെ കണക്കാക്കിയിട്ട്
ഇതുപോലെ കൊടുക്കാം. 5 ml വിമ്രാളും 5 ml ഗ്രോയിപ്ലക്സ് എടുത്ത് 2 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കൊടുക്കാറുള്ളത്. അതുപോലെ കൊടുത്താൽ മുട്ട ഉൽപ്പാദനം കൂടാറുണ്ട്. മുട്ട കുറവുള്ള സമയത്ത് കേട്ടോ മുട്ട ഉൽപ്പാദനം കൂടാറുണ്ട്. പിന്നെ തീറ്റയിൽ നിങ്ങൾക്ക് നാടൻ തീറ്റകളാണ് നാടൻ കോഴികൾക്ക് കൊടുക്കുന്നതിൽ അതിൻ്റെ കൂടെ കുറച്ച് ലെയർ മെഷോ അല്ലെങ്കിൽ ലെയർ പെല്ലറ്റൊക്കെ വാങ്ങിയിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ വിവിധ കോഴികൾക്കൊക്കെ പിന്നെ ലെയർ മെഷൊക്കെ തന്നെ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അതിൽ പിന്നെ അതിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് മുട്ട ഇടൽ കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. പിന്നെ കാലാവസ്ഥ പ്രശ്നങ്ങളൊന്നും നമ്മൾക്ക് മാറ്റിയാൽ മാറുന്ന കാര്യങ്ങളല്ലല്ലോ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഇതാണ്. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അതിനെക്കുറിച്ച് മുട്ട ഉൽപ്പാദനം കൂട്ടാനുള്ള ട്രിക്കുകളോ മാർഗ്ഗങ്ങളോ അറിയാമെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ഇടുക. അപ്പോൾ ഇത് കാണുന്ന മറ്റുള്ളവർക്ക് അതൊരു ഉപകാരമാകും. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. ഓക്കെ.